ഓ എന്തല്ല സുഖല്ലേ? സോ ഓഫീസ് കഴിഞ്ഞ് നിങ്ങളുടെ നോട്ട്സും പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫ്രഷ് സ്റ്റാർട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പല സാറുമാരും പല രീതിയിലും ക്ലാസ് എടുത്തിട്ടുണ്ടാവും. ബട്ട് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചില ആൾക്കാർക്ക് ആ ദിവസം പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അൾട്ടിമേറ്റ്ലി അക്കൗണ്ട്സിന്റെ ബേസ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ യൂഷ്വലി ഞാൻ എപ്പോഴും എന്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നതാണ്, ബേസ് എത്രത്തോളം സ്ട്രോങ് ആണ്, എന്താ പറയുന്നേ, ബേസ് എത്രത്തോളം സ്ട്രോങ് ആണ്, അതിന്റെ മേളിൽ നമുക്ക് എന്തും കെട്ടി ഉയർത്താം. ഓക്കെ, ആ സത്യം തന്നെയല്ലേ, ഉള്ള സംഭവമല്ല അത്. നമ്മുടെ ബേസ്, ഒരു സാധനത്തിന്റെ മേളിലുള്ള നമ്മുടെ ബേസ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നമുക്കെന്നല്ല, ഒരാൾക്കും ആ ഒരു സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമുക്കത് ബിൽഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. സപ്പോസ് നമ്മൾക്ക് തന്നെ അക്കൗണ്ട്സിന്റെ ബേസ് നല്ല വൃത്തിക്ക് അറിയാന്നുണ്ടെങ്കിൽ എന്ത് ഈസി ആയിട്ട് പഠിക്കാൻ അറിയാവോ. മാത്രല്ല അക്കൗണ്ട്സ് എന്ന് പറയുന്ന വിഷയമാണ് ഉള്ളതിൽ ഏറ്റവും എളുപ്പം പഠിക്കാനും. കാരണം എന്താ, നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ അക്കൗണ്ടിങ്ങിന്റെ കേസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജേണൽ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഇല്ല. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണ്ടേ, അത് എന്തൊക്കെയാണ്, എവിടെയൊക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം, അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കുന്ന ലെഡ്ജർ അതെന്തൊക്കെ കൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായ ഓരോ ഓരോ സ്റ്റെപ്പുകളുണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ബിരിയാണി അല്ലെങ്കിൽ ഒരു ചോറ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ആദ്യം വെള്ളം ഒഴിച്ച് അത് നല്ല പോലെ ചൂട് ചൂട് എന്താ പറയാ, വെള്ളം നല്ല പോലെ ചൂടായിട്ട് അതിലേക്ക് അരി ഇടലാണോ കറക്റ്റായ പ്രോസസ്സ്? അത് അല്ല, ആദ്യം അരി ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കലാണോ? ഇപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം അമ്മമാരും ഉമ്മമാരും അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് വെള്ളം ഒഴിക്കും, എന്നിട്ട് അതൊന്ന് ചൂടായി നല്ല രീതിക്ക് ഇതായിട്ട് വരുമ്പോൾ പിന്നെ അരി ഇടും. അപ്പൊ അങ്ങനെ ഓരോ ഓരോ പ്രോസസ്സ് ഉണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട്, ശരിയല്ലേ? സോ അതേപോലെ തന്നെ ഒരു പ്രോസസ്സ് ഉണ്ട് നമുക്ക് എന്തിന്, അക്കൗണ്ടിങ്ങിന് എന്ന് പറയുന്ന സാധനത്തിന്. സോ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പക്ക ഫുഡ് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വരക്കുന്ന പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തിനും ആയിക്കോട്ടെ, അത് പക്ക ഒരു ആർട്ടാണ്. ഓക്കെ, അത് ഒരു ആർട്ടാണ്, കൺസിസ്റ്റിംഗ് ഓഫ് 3 ലെറ്റേഴ്സ്. ഏതൊക്കെയാ? RCS. ഏതൊക്കെ ലെറ്റേഴ്സാ? RCS. ഈ RCS എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഞാൻ ഇവിടെ എഴുതാം, എന്റെ ഒപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്ത് പോവാം. ഓക്കെ, ബേസ് ആണ്, നിങ്ങൾക്കും നല്ല രീതിക്ക് മനസ്സിലാവണം, നിങ്ങൾക്കും നല്ല രീതിക്ക് നോട്ട് ടേക്കിങ്ങിലൂടെ കാര്യങ്ങൾ കത്തണം. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്, ഇതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? സോ എന്റെ ഒപ്പം തന്നെ എഴുതിക്കോ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇസ് ആൻ ആർട്ട്. ആർട്ടാന്ന് പറഞ്ഞു, എന്തിന്റെ എല്ലാണ്? ഒന്ന് RCS, 3 ലെറ്റേഴ്സിന്റെ ഒരു ആർട്ടാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതില് ആറെന്താണ്? റെക്കോർഡിംഗ് എന്ന് പറയും. എന്ത് കാര്യം അല്ലെങ്കിൽ എന്തൊരു ഇവന്റ് നടന്നാലും റെക്കോർഡ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്താണ്? C4 നമുക്ക് എന്ത് പറയാം? ക്ലാസിഫയിങ് എന്ന് പറയാം. ഓക്കെ, പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടാവും, A for apple, B for ball. അപ്പം നിങ്ങളിപ്പം CA സ്റ്റുഡൻസാ, നിങ്ങളിപ്പത്തെ ആൽഫബറ്റിക് ഓർഡറിൽ പോകുമ്പോൾ തന്നെ A for apple അല്ല, A for asset, B for balance sheet, C4, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു RCSന്റെ കേസിൽ നമുക്ക് S4 എന്താ? സമ്മറൈസിങ് ആണ്. ഈ സമ്മറൈസിങ്ങിന്റെ കേസ് വരും. ഇനി R4 RCS ആണ്, C4 ക്ലാസിഫയിങ് ആണ്, S4 സമ്മറൈസിങ് ആണ്. അപ്പം ഇതിലെന്തൊക്കെയാ വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്
ഫസ്റ്റ് നമുക്ക് ജേണൽ പഠിക്കണം. ഓക്കെ, ആദ്യം ഒരു ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ വരെ നമുക്ക് പാർട്ട് 1 ആയിട്ടും അതിനുശേഷം പാർട്ട് 2 പാർട്ട് 3 അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഞാൻ ഗ്രൂപ്പ് പറഞ്ഞ പോലെ സൺഡേ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് നിങ്ങളുടെ ബേസ് കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ റെക്കോർഡിങ്ങിന്റെ കേസിൽ നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ എൻട്രി എന്ന് പറയും. എന്താ പറയാ? ഒറിജിനൽ എൻട്രി. ഈ ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒറിജിനൽ എൻട്രി എന്ന് പറയുമ്പം നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്നാണ് എന്ത്? ജേണൽ എൻട്രി. കാണുന്നില്ല അല്ലെ? അതിലൊന്ന് ജേണൽ എൻട്രി, രണ്ട് ആൻഡ് എന്താണ് പറയുന്നത്? സബ്സിഡറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സബ്സിഡറി ബുക്കൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഈ രണ്ട് കേസ് നമുക്ക് എവിടെ വരുന്നുണ്ട്? ഒറിജിനൽ എൻട്രിയുടെ കേസുകളിൽ വരുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ക്ലാസിഫയിങ്ങിൽ എന്താ വരുന്നത്? ക്ലാസിഫയിങ്ങിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ലെഡ്ജർ വരുന്നുണ്ട്. ക്ലാസിഫയിങ്ങിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ലെഡ്ജർ വരുന്നുണ്ട്. ആൻഡ് സമ്മറൈസിങ്ങിൽ നമുക്ക് ട്രയൽ ബാലൻസ് വരും. ട്രയൽ ബാലൻസ്. ഓക്കെ അല്ലേ? സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നതും ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആർട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യും ഒരു ട്രാൻസാക്ഷൻ. അതിനുശേഷം നമ്മൾ എന്താക്കും? അത് ക്ലാസിഫൈ ചെയ്യും. അതേതായ അക്കൗണ്ടുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് എന്താ? ലെഡ്ജർ. അതിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. ആൻഡ് അവസാനം ഓരോ അക്കൗണ്ടിന്റെയും ടോട്ടൽ വെച്ചിട്ട് നമ്മൾ അതൊന്ന് സമ്മറൈസ് ചെയ്യും ട്രയൽ ബാലൻസ് ആയിട്ട്. നിങ്ങൾക്കൊന്നും കത്തുന്നുണ്ടാവില്ല. ബട്ട് ഫസ്റ്റ് നമ്മൾ ആറിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അതിനു മുന്നേ ഈ പ്രോസസ് എന്താന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ എന്ത് പറയുന്നത്? RCS. വൺസ് നമ്മൾ എസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യും? നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. എന്താ പ്രിപ്പയർ ചെയ്യുക? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കുറെ പേർക്ക് അറിയായിരിക്കും. പിന്നെ അടുത്തത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനുശേഷം ബാലൻസ് ഷീറ്റ് വരും. അതിനുശേഷം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫുൾ ആയിരുന്നില്ല, CFS, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് അതേപോലെ തന്നെ നോട്ട്സ് ടു അക്കൗണ്ട്. അതാണ് NTA, നോട്ട്സ് ടു അക്കൗണ്ട്സ്. അപ്പോ വൺസ് നമ്മൾ RCS എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ തന്നെ CFSഉം ആൻഡ് അത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള നോട്ട്സ് ടു അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, ബട്ട് ഇതേ സംഭവം നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിലോ, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലോ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യും? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും? ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ 3 അക്കൗണ്ടുകളാണ് നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു NPO ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ സിസ്റ്റം, ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ് ഉണ്ട്. നമുക്ക് എത്ര പ്രോസസ് ഉണ്ട്? ഒരു 2 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ് ഉണ്ട്. എന്തൊക്കെ പ്രോസസ്സാ? എനി ഐഡിയ? 2 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ് എന്തൊക്കെയായിരിക്കും? അത് ഒന്ന്, ക്യാഷ് ബേസിസിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാം. അതേപോലെ തന്നെ അക്രൂവൽ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ
റെക്കോർഡ് ചെയ്യാം. അപ്പൊ ക്യാഷ് ബേസിസ് എന്താണ്, അക്രൂവൽ ബേസിസ് എന്താണ്? ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. വൺസ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാലോ, അതല്ല നമുക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ആൻഡ് അതേ സ്ഥലത്ത് അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോഴോ, നമ്മുടെ ഇവന്റ് നടന്നാൽ മതി. ഓക്കെ, ഒരു എക്കണോമിക് ഇവന്റ് നടന്നാൽ ഓൺ ദി സ്പോട്ട് വെദർ ദി ക്യാഷ് മൂവ് ഓർ കംസ് ഇൻ, നെവർ മാറ്റേഴ്സ്, നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടന്നാൽ മതി. സപ്പോസ് ഞാൻ ABC ഫർണിച്ചർ എന്ന് പറയുന്ന ഷോപ്പിൽ പോയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങിച്ചു, ഒരു എന്താ പറയുക, ഒരു ടീപ്പോയ് വാങ്ങിച്ചു. ആ ടീപ്പോയ്ക്ക് 10,000 rupees കൊടുക്കണം. ബട്ട് സ്റ്റിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പോ ഇവിടെ എന്ത് നടന്നിട്ടില്ല, ക്യാഷിന്റെ ഒരു മൂവ്മെന്റ് നടന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും ആസ് എ പേയബിൾ, കൊടുക്കാൻ ഉണ്ടെന്നും പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? ഇതാണ് അക്രൂവൽ ബേസിസ് വരുന്നത്. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ആ കോൺസെപ്റ്റിലും പ്രിൻസിപ്പിൾസിലൊക്കെ ആയിട്ട് ഈ കേസുകളെല്ലാം പറയുന്നുണ്ട്. അക്രൂവൽ, ഡുവൽ ആസ്പെക്ട്, മാച്ചിങ് കോൺസെപ്റ്റ് ഒക്കെ. ഇനി നമ്മൾ എന്തും റെക്കോർഡ് ചെയ്യുന്നതായിക്കോട്ടെ, നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ എന്ത് വേണം? സോഴ്സ് ഡോക്യുമെന്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോഴ്സ് ഡോക്യുമെന്റ്സ് എന്താണ്? സോഴ്സ് ഡോക്യുമെന്റ്സ് ആർ ഡോക്യുമെന്റ്സ് ദാറ്റ് നിങ്ങൾ ഫുൾ എഴുതിക്കോ, ഞാൻ ഒരു ചുമ്മാ ഒരു ഇതിൽ പോകുന്നതാണ്. ദാറ്റ് സപ്പോർട്ട്സ് ദി ട്രാൻസാക്ഷൻ. സോ അവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എവിഡൻസ് അവൈലബിൾ ആയിരിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സ്റ്റേണൽ എവിഡൻസും ഉണ്ടാവും, അതേപോലെ തന്നെ ഇന്റേണൽ എവിഡൻസും ഉണ്ടാവും. ഇതില് ഏറ്റവും വിശ്വസനീയമായ അല്ലെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എവിഡൻസ് ഏതാണ്? എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ ആണോ? എക്സ്റ്റേണൽ എവിഡൻസ് ആണോ, ഇന്റേണൽ എവിഡൻസ് ആണോ? എക്സ്റ്റേണൽ എവിഡൻസ് ആണ് ഏറ്റവും റിലയബിൾ. കാരണം എന്താ? കാരണം ഈ എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത് ഫ്രം ദി തേർഡ് പാർട്ടി ആണ്. ഫ്രം ദി തേർഡ് പാർട്ടി ആണ്. തേർഡ് പാർട്ടി ആയതുകൊണ്ട് എന്തുകൊണ്ട് അതിന് റിലയബിലിറ്റി കൂടുന്നു? സപ്പോസ് എൻ്റെ ഒരു അക്കൗണ്ട്സിന്റെ കേസിൽ എനിക്കൊരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യിക്കണം. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഇൻവോയ്സ് ആണോ അല്ലെങ്കിൽ ഒരു ബില്ലാണോ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻവോയ്സ് ആണോ നിങ്ങൾ വിശ്വസിക്കുക? എനിക്ക് ഒരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് അത് നിങ്ങളെ വിശ്വസിപ്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് റീഇംബേഴ്സ്മെന്റ് വാങ്ങണം. ഓക്കെ, റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആ ബില്ല് കാണിച്ചിട്ട് നിങ്ങൾ ആ പൈസ എനിക്ക് തരും. ഓക്കെ അല്ലേ? ഓൺ യുവർ ബിഹാഫ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പെൻസ് നടന്നിട്ടുണ്ട്, സോ അത് നിങ്ങൾ റീപേ ചെയ്യണം. സോ ഞാനായിട്ട് ഉണ്ടാക്കിയ ഇൻവോയ്സിന്റെ മേളിൽ നിങ്ങൾ റീഇംബേഴ്സ് ചെയ്യോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ട്, ആ ഹോട്ടൽ ബില്ലിൽ കാണിച്ചിട്ടുള്ള എമൗണ്ടിന്റെ മേളിൽ നിങ്ങൾ റീഇംബേഴ്സ് ചെയ്യോ? എന്തായാലും ഹോട്ടൽ ബില്ലേ പോവുള്ളൂ. നിങ്ങളായതുകൊണ്ട് എനിക്കൊരു 5 പൈസ പോലും കൂടുതൽ തരാൻ നോക്കൂല, ശരിയല്ലേ? സോ അതാണ് തേർഡ് പാർട്ടിന്റെ കേസിലാണ് നമുക്ക് കൂടുതൽ എന്തുണ്ടാവുക, റിലയബിലിറ്റി ഉണ്ടാവുക. ഒറ്റ മിനിറ്റ്. അപ്പം വല്ലാണ്ട് കളിക്കുന്നു. സോ കണ്ടിന്യൂ ചെയ്യാം. സോ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമുക്കിപ്പോ ഒരു പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് അവൈലബിൾ ആയിരിക്കും? സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ബില്ല് അവൈലബിൾ ആയിരിക്കും, പർച്ചേസ് ഇൻവോയ്സ് അവൈലബിൾ ആയിരിക്കും, അതേപോലെ തന്നെ ഇൻവോയ്സ് റിസീവ്ഡും ഉണ്ടാവും, അല്ലെ?
ഇനി അതേ കേസിൽ ഫോർ സെയിൽസ് ആണെങ്കിലോ, സെയിൽസ് ഇൻവോയ്സ് ഉണ്ടാവും, പിന്നെ സെയിൽസ് ബില്ല് ഉണ്ടാവും, അതേപോലെ തന്നെ കോപ്പി ഓഫ് ഇൻവോയ്സും അവൈലബിൾ ആയിരിക്കും. സോ ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കാണിക്കാം, നമുക്ക് സോഴ്സ് ഡോക്യുമെന്റ്സ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ചെറിയൊരു കോൾഡ് ഉണ്ട്, സോ അതൊന്ന് നിങ്ങളൊന്ന് സോറി, ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നത്, വെരി സോറി കേട്ടോ. സോ വൺസ് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കേണ്ട കേസാണ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഹൗ ടു റെക്കോർഡ്, എങ്ങനെ റെക്കോർഡ് ചെയ്യണം, അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ? അപ്പം ഹൗ ടു റെക്കോർഡ് എന്നുള്ള കേസ് നമുക്ക് എഴുതാം. ഹൗ ടു റെക്കോർഡ്, അതിന്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യണം അക്കൗണ്ട്സ്. എന്ത് ചെയ്യണം? നമ്മൾ ഏത് ടൈപ്പ് ഓഫ് നേച്ചർ ആണെന്ന് കണ്ടെത്തണം. ഐഡന്റിഫൈ ദി നേച്ചർ. ഐഡന്റിഫൈ ദി നേച്ചർ ഓഫ് അക്കൗണ്ട്സ്. മൂന്നാമത് വളരെ എളുപ്പമാണ്. അപ്ലൈ ചെയ്യണം. എന്ത്? അപ്ലൈ ദ റൂൾ ആൻഡ് ഫൈൻഡ് ഔട്ട്. എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? വാട്ട് ടു ഡെബിറ്റ് ആൻഡ് വാട്ട് ടു സി ആർ എന്നും ഡി ആർ എന്നും മാത്രമേ എഴുതുന്നുള്ളൂ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഡെബിറ്റ് ആണ്, ഇത് ക്രെഡിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പം ആദ്യം ഞാൻ എന്താ ചെയ്യണ്ടേ? ഏതൊക്കെ അക്കൗണ്ട് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത് എന്താ? ആ കണ്ടുപിടിച്ചുള്ള അക്കൗണ്ടിന്റെ നേച്ചർ എന്താണ്? പിന്നെ റൂൾ അപ്ലൈ ചെയ്യണം. ഫൈൻഡ് ഔട്ട് എന്ത് ഡെബിറ്റ് ചെയ്യണം, എന്ത് ക്രെഡിറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള ഭാഗം. ഓക്കെ, ഡെബിറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? അയ്യോ, ഇങ്ങനെ ഒരു ലയബിലിറ്റി വന്നിട്ടുണ്ടല്ലോ, ഈ ലയബിലിറ്റി എന്താ, അസറ്റ് എന്താ, അങ്ങനെ കുറേ ഒരു ലോഡ്. ഓക്കെ, എനിക്കൊരു ഒരു എമൗണ്ട്, ഒരു കോസ്റ്റ് ഇൻകർ ആയി. ആ കോസ്റ്റ് ഇൻകർ ആയപ്പോഴത്തേക്കും ഇത് എക്സ്പെൻസ് ആവും എന്ന് ഉറപ്പിക്കാൻ ഒറ്റയടിക്ക് പറ്റൂല. വി ഹാവ് സർട്ടൻ ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ചോദിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഓൺ യുവർ ഹാഫ്, നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ അടിയിൽ വന്നിട്ട് ഞാൻ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ട്, അല്ല ഇങ്ങനെ ഒരു കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല ദാറ്റ് ഈസ് എക്സ്പെൻസ് ആണെന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ കോസ്റ്റ് ഇൻകർ അയക്കണത്. യു ഹാവ് ടു ആർ സർട്ടൻ ക്വസ്റ്റ്യൻസ്. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത് ഞാൻ കറക്റ്റ് കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരും. കുറച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ എത്തും. ഓക്കെ, അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതെന്ന് പറയാനുള്ളത്, ഫസ്റ്റ് പറയണത് പാസ് ദി ജേണൽ എൻട്രി ആണ്. പാസ് ദി ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പം നമ്മൾ എന്താക്കണം? ശരിക്കും എപ്പോഴും ആലോചിക്കേണ്ട ഒരു കേസ് ഞാൻ പറയുന്നത് വെച്ചാല്, ഇൻ എവരി transactions there will be minimum of, നിങ്ങളൊപ്പം തന്നെ എഴുതണേ, 2 accounts. Of which one will be debited and the other will be credited. അപ്പൊ നമ്മളൊരു ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ എഴുതുമ്പോൾ
നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവിടെ ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തുണ്ടാവും, 2 അക്കൗണ്ട് ഉണ്ടാവും. ആ 2 അക്കൗണ്ടിൽ ഒന്ന് ഡെബിറ്റും ആയിരിക്കും, മറ്റൊന്ന് ക്രെഡിറ്റും ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിക്ക് എഴുതിയെടുക്ക് പെട്ടെന്ന്. ഓക്കെ, in every transaction there will be minimum of എത്ര accounts, 2 accounts, of which one will be debited and other will be credited. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പറയാണ്, എപ്പോഴും ഓൾവേസ് the debit amount will be equals to എന്ത് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അത് ഉറപ്പാണ്. എപ്പോഴും ഡെബിറ്റ് എമൗണ്ട് എന്തായിരിക്കും, ഈക്വൽ ടു ക്രെഡിറ്റ് എമൗണ്ട് ആയിരിക്കും. കാരണം എന്താ, ആസ് പെർ ഞാൻ ഇന്നലെ അയച്ച PDF ഉണ്ട്, തിയറി PDF ഉണ്ട്. എന്തൊക്കെയാണ്? ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റും ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ബുക്ക് സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. 2 എൻട്രി ഇടുന്നത് കൊണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേടാ? ഇനി അടുത്തത്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞതിന് ശേഷം വൺസ് നമ്മളൊരു ജേർണലിന്റെ ഒരു ഐഡിയ തന്നിട്ടുണ്ട് ഞാൻ. ഇത് നിങ്ങൾ തിയറി പതുക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടും എന്താന്നുള്ളത്. അൾട്ടിമേറ്റ്ലി എനിക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ തലയിലേക്ക് എത്തിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, സോ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല ഡീപ്പായിട്ട് മനസ്സിലാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ എന്തും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ബേസിന്റെ മുകളിൽ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും അത് നിങ്ങൾക്ക് ഒരു പക്കാ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഒരിക്കലും ആലോചിക്കണ്ട, ഇങ്ങനെ വിചാരിക്കണ്ട ഞാൻ ഇത്രയും ടൈം കളഞ്ഞു, അത്രയും ടൈം കളഞ്ഞു. പക്ക ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബേസ് സെറ്റായ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ. സോ ബേസ് പക്ക ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ അന്നേരം നമുക്ക് ആലോചിക്കാം, ഓക്കെ ടൈം ഇല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. പക്ഷെ ബേസ് ഒരിക്കലും വിടാൻ പറ്റില്ല. ബേസ് വിട്ടാല് പിന്നെ അങ്ങോട്ടുള്ള ഒന്നും കിട്ടൂല. അക്കൗണ്ടിങ് അങ്ങനെയാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കാണ്ട് നേരെ അരി മാത്രം ഇട്ടിട്ട് ചൂടാക്കി പിന്നെ അവസാനം കൊണ്ടിട്ട് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചാല് നടക്കില്ല. ഓക്കെ അല്ലേ? സോ അടുത്തതിലേക്ക് വരാം. അടുത്തത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ബട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എഴുതി വെക്കാം. ക്ലാസിഫിക്കേഷൻ എന്തായാലും ഞാൻ ഇപ്പൊ എടുക്കൂല. ഫസ്റ്റ് നമുക്ക് ജേർണൽ ആണ് വേണ്ടത്. ക്ലാസിഫിക്കേഷനിലാണ് ലെഡ്ജർ വരാം. ഓക്കെ, വിച്ച് വിൽ ബി തോട്ട് ആഫ്റ്റർ എ ജേർണൽ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലെഡ്ജറിലേക്ക് വരും. ഓക്കെ അല്ലേ? കുറച്ച് പ്രശ്നമുണ്ട്, എന്താ പറയാ. ഓക്കെ, നിങ്ങളും മനസ്സിലാക്കുക. സോറി ഫോർ ദാറ്റ്. ഓക്കെ, നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. സോ ടേക്കിംഗ് ഓൾ എന്തൊക്കെ എനർജി ഉണ്ടോ അതൊക്കെ എടുക്കാൻ നോക്കുന്നു. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കേസാണ്, വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം പഠിപ്പിക്കാനുള്ളത്, നേച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. നേച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് നേച്ചേഴ്സ് ഉണ്ട് നമുക്ക്? അസറ്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ട്. സോ എന്തൊക്കെയാ ഉള്ളത്? അസറ്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്, ആൻഡ് ആസ് ഫാസ്റ്റ് എന്തുണ്ട്? ക്യാപിറ്റലും ഉണ്ട്. സോ എല്ലാവർക്കും തെറ്റുന്ന ഒരു സംഭവമാണ്, ഇത് അസറ്റ് ആണോ, ഇത് എക്സ്പെൻസ് ആണോ, ഇത് ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ? ബട്ട് ബിഫോർ അത് പറയുന്നതിന് മുന്നേ എനിക്ക് വേറെ 2 കാര്യം പറയാനുണ്ട്. ഈ എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനവും ഈ ഇൻകം എന്ന് പറയുന്ന സാധനത്തിന് 2 സംഭവമുണ്ട്. ഈ എക്സ്പെൻസിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ
സപ്പോസ് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പറയുമ്പോൾ പറഞ്ഞു ദർ ആർ സെവറൽ അക്കൗണ്ട്സ് ലൈക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ കുറെ കാര്യം. സപ്പോസ് ദി എക്സ്പെൻസ് ബിലോങ്സ് ടു അല്ലെങ്കിൽ പെർട്ടൈൻസ് ടു എ ഡയറക്റ്റ് എക്സ്പെൻസ്, വി ഹാവ് ടു റെക്കോർഡ് ഇൻ എന്ത് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട്. അതെവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. ഇനി അതേപോലെ തന്നെയാണ് ഇൻകത്തിലും. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ കാണിക്കണം? ഡയറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കാം. ഇനി ഇൻഡയറക്റ്റ് ആണെങ്കിൽ എവിടെ പോണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോവണം. മനസ്സിലായല്ലോ? സോ എന്ത് ഐറ്റം ആയിക്കോട്ടെ, ട്രേഡിങ്ങിലും P&Lലും 2 ടൈപ്സ് ഓഫ് ഐറ്റംസേ വരുള്ളൂ. അത് ഒന്ന് എക്സ്പെൻസും മറ്റൊന്ന് ഇൻകം ആണ്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് ആയിക്കോട്ടെ P&L ആയിക്കോട്ടെ, വെറും 2 സാധനമേ വരുള്ളൂ. ട്രേഡിങ്ങില് ഡയറക്റ്റ് ഐറ്റംസ് മാത്രം. ഡയറക്റ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസും അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻകവും ആണെന്നുണ്ടെങ്കിൽ എവിടെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കും. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അതെവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. കത്തിയില്ലേ? അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിലും P&L അക്കൗണ്ടിലും 2 നേച്ചേഴ്സേ വരുള്ളൂ. വെറും 2 നേച്ചറേ വരുള്ളൂ. ആ 2 നേച്ചർ എന്ന് പറയുന്നത് ഒന്ന് എക്സ്പെൻസും ഒന്ന് ഇൻകവുമാണ്. ഇനി എക്സ്പെൻസ് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെവിടെ? ട്രേഡിംഗില്. ഇൻകം ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെവിടെ? ട്രേഡിംഗില്. എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ആണെങ്കിൽ P&Lല്. ഇൻകം ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ P&L അക്കൗണ്ടില്. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ അതെവിടെ പോണം? ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ പറയാ? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്ക്, അത് നോക്ക്, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ? ഈ ബാലൻസ് ഷീറ്റ് നമുക്ക് പൊതുവെ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ പൊസിഷൻ. ഈ ഫൈനാൻഷ്യൽ പൊസിഷൻ ഉള്ള ഒരു സാധനത്തില് എന്തൊക്കെ ടൈപ്പ് ഓഫ് നേച്ചേഴ്സ് ആണ് വരുന്നത്? അതിൽ വരുന്നതാണ് ലയബിലിറ്റി വരുന്നുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ അസറ്റ്സും വരുന്നുണ്ട്. ബട്ട് ഈ ഒരു കേസിൽ തന്നെ നമുക്ക് പിന്നെയും സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ ലയബിലിറ്റിയിൽ തന്നെ നമുക്ക് 2 വരും, ഈ അസറ്റ് തന്നെ നമുക്ക് 2 വരും. ഓക്കെ അല്ലേ? ലയബിലിറ്റിയിൽ നമുക്ക് NCL, നോൺ കറന്റ് ലയബിലിറ്റി ഉണ്ട്, കറന്റ് ലയബിലിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? അസറ്റ്സിൽ നമുക്ക് ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ കറന്റ് അസറ്റ് ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? നോൺ കറന്റ് അസറ്റ് ഒന്നും വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പം മൊത്തം എത്ര നേച്ചറാ ബാലൻസ് ഷീറ്റിൽ വരുന്നത്? ലയബിലിറ്റി വരും, ക്യാപിറ്റൽ വരും, അതേപോലെ തന്നെ അസറ്റ് വരും. ഇപ്പം ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റിയും, അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് അഥവാ നോൺ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ് വരും. ഓക്കെ അല്ലടാ? ഈസി അല്ലടാ? സിമ്പിൾ ആണ്. ഇനി വേറൊരു ഇതെന്താന്ന് വെച്ചാൽ ഈ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ 2 ടൈപ്സ് ഓഫ് അതർ അസറ്റ്സ് ആർ ഓൾസോ അവൈലബിൾ. ലൈക്ക് ടാഞ്ചിബിൾ ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ഓൾസോ അവൈലബിൾ. ഇപ്പം ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ഓരോന്നിനും അതിൻ്റെതായ സ്പെസിഫിക് എന്താ പറയാ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ എവിടെ പഠിക്കും? നിങ്ങൾ ഇന്റർലും കാര്യങ്ങളിലൊക്കെ എത്തും പഠിക്കും. ബട്ട് സ്റ്റിൽ ഇവിടെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഫിസിക്കൽ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് വേണ്ടിയിട്ട് ഇതിന് ഫിസിക്കൽ ഉണ്ട്, ഇതിന് ഫിസിക്കൽ ഇല്ല, ഫിസിക്കൽ സബ്സ്റ്റൻസ് ഇല്ല. ഓക്കെ, സോ
ടാഞ്ചിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS 10 പ്രകാരം നിങ്ങൾ ചെയ്യും. ഇനി ഇൻടാഞ്ചിബിൾ ആണെന്നുണ്ടെങ്കിൽ AS 26 പ്രകാരം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നിങ്ങൾ ചെയ്യും, വിച്ച് യു വിൽ ബി ലേണിംഗ് ഇൻ CA ഇന്റർമീഡിയറ്റ്. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കുക, ഫിക്സഡ് അസറ്റിന്റെ കേസിൽ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, വരും. ഓക്കെ അല്ലേ? സോ വൺസ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് കയറാണ്. എപ്പോഴാണ് സാറേ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? എപ്പോഴാണ് സാറേ ലയബിലിറ്റി ആണ്? ആ ലയബിലിറ്റി നോൺ കറന്റ് ലയബിലിറ്റി ആണോ കറന്റ് ലയബിലിറ്റി ആണോ? ആ അസറ്റ് ഫിക്സഡ് അസറ്റ് ആണോ അല്ലെങ്കിൽ കറന്റ് അസറ്റ് ആണോ? എങ്ങനെ നമുക്ക് മനസ്സിലാവണം? വളരെ എളുപ്പമാണ്. ഫസ്റ്റ്, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്, ഓക്കെ അല്ലേ? ഈ കോസ്റ്റ് ഇൻകർ ആയ എനിക്ക്, ഞാൻ നിങ്ങളോട് വന്ന് പറയാണ് എനിക്കൊരു കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു എക്സാമ്പിള്. സോ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വന്ന് പറയാണ് എനിക്കൊരു കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. സോ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളിയേക്കാം എന്ന് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. FEB ഉണ്ടോ എന്ന് വെച്ചാൽ എന്താണ് സാറേ? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇൻകർ ആയിട്ടുള്ള കോസ്റ്റിൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോ, ഭാവിയിലേക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് സപ്പോസ് ഇഫ് ദി ആൻസർ ഇസ് യെസ് എന്നുണ്ടാവാം, അതേപോലെ തന്നെ നോ എന്നും ഉണ്ടാവാം. Suppose if the answer is no, okay അല്ലേ? Suppose if the answer is no എന്നാണെങ്കിൽ immediately you can classify as എന്ത് നേച്ചറിൽ കൊണ്ടുപോയിടാം? എക്സ്പെൻസ് എന്ന് പറഞ്ഞു കൊണ്ടുപോയിടാം. ദെൻ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് രണ്ടെണ്ണം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻഡയറക്റ്റ് ആണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആണോ? അപ്പം എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ആണെങ്കിൽ എവിടെ കൊണ്ടുവരണം? എക്സ്പെൻസ് ഡയറക്റ്റ് ആണെങ്കിൽ എവിടെ കൊണ്ടുവരണം? നിങ്ങൾ പഠിച്ചു, നിങ്ങൾ പറയണം. ഇൻഡയറക്റ്റ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടുവരും. മണ്ട കിട്ടും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ടുവരണം, P&L അക്കൗണ്ടിൽ കൊണ്ടുവരണം. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊണ്ടുപോയിടണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഫ്യൂച്ചർ എനിക്ക് കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്, ആ കോസ്റ്റ് ഇൻകർ ആയതിന്റെ മുകളിൽ എനിക്ക് എന്തില്ല, ഒരു രീതിയിലും അല്ലെങ്കിൽ ഒരു വിധത്തിലും എനിക്ക് എന്തില്ല, ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇല്ല എന്നാണെങ്കിൽ എനിക്ക് അത് എന്തായിട്ട് എന്ത് നേച്ചറിൽ കൊണ്ടുപോയിടാം? എക്സ്പെൻസ് എന്നതിൽ കൊണ്ടുപോയിടാം. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ആസ്ക് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഇഫ് ദ എക്സ്പെൻസ് ഇസ് ഇൻഡയറക്റ്റ്, ദാറ്റ് ബിലോങ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് if it is direct ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ഇഫ് ദി ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റിന്റെ കേസിൽ ദി ആൻസർ ഇസ് യെസ് എന്നാണെന്നുണ്ടെങ്കിൽ we have to ask some more questions, whether the future economic benefit is for more than 1 year. അപ്പം ഈ ഒരു കേസിൽ മോർ ദാൻ 1 ഇയർ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. മോർ ദാൻ 1 ഇയർ ആണോ എന്നുള്ള ക്വസ്റ്റ്യനില് ഉറപ്പായിട്ടും എനിക്ക് രണ്ട് ഉത്തരം ഉണ്ടാവും. ഒന്ന് നോ ഉണ്ടാവും, മറ്റൊന്ന് യെസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ എന്താ? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഈസ് മോർ ദാൻ 1 ഇയർ ആണോ എന്നുള്ളത്. ഒരു കൊല്ലത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ ആണ് ഞാൻ പറയുന്നതെങ്കിൽ അതെന്തായിട്ട് എനിക്ക് പറയാം, അതിനെ എനിക്ക് കറണ്ട് അസെറ്റ്സ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് അസെറ്റ്സിനെ പറ്റി പഠിച്ചു. കറണ്ട് അസെറ്റ്സ് ആർ ദോസ് അസെറ്റ്സ് വേർ ദി ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇസ് ലെസ് ദാൻ 1 ഇയർ. അപ്പം ഒരു കൊല്ലത്തിനേക്കാൾ ലെസ് ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് അസെറ്റ് ആണ്? കറണ്ട് അസെറ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു എസ് കിടക്കുന്നുണ്ട്. ആ എസ്സിൽ എനിക്ക് എന്ത് പറയാം? ദിസ് അസെറ്റ് ബിലോങ്സ് ടു എന്ത് അസെറ്റ്? ഫിക്സ്ഡ് അസെറ്റ്സ് അഥവാ നോൺ കറണ്ട് അസെറ്റ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇവിടെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടോ? എനിക്ക് 2 ഉത്തരം കിട്ടാം. കാണുന്നില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടോ? ഇവിടെ ഒരു നോ വരാം, ഇവിടെ ഒരു യെസ് വരാം. നോയുടെ കേസിലാണെങ്കിൽ സോറി, ഞാൻ അത് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. നോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് എഴുതുന്നുണ്ട്. ITA ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ്. ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെന്നാണെങ്കിൽ അത് ടാഞ്ചിബിൾ അസെറ്റ് ആണ്. ഓക്കെ അല്ലേ? കണ്ടല്ലോ, ഫിസിക്കൽ സബ്സ്റ്റൻസ് നോ ആണെന്നുണ്ടെങ്കിൽ അത് ITA ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ്. ഫിസിക്കൽ സബ്സ്റ്റൻസ് യെസ് ആണെന്നുണ്ടെങ്കിൽ അത് ടാഞ്ചിബിൾ അസെറ്റ് ആണ്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു എപ്പോഴാണ് എന്താക്കേണ്ടത്, എങ്ങനെ ആക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക് ഇതെങ്ങനെയാ വരുന്നത് എന്നുള്ളത്. ഈ ഒരു രീതിക്കാണ് വരാം. കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട് ആൻഡ് വി ആർ ആസ്കിംഗ് whether there is future economic benefit. If the answer is yes, go for asking an another question whether the future economic benefit is for more than 1 year, and we want to look what answer we are getting. Okay, suppose if I am giving you the answer is no, then you should classify it as current asset, and if I am giving my answer as yes, you should classify as fixed assets. But still you have to ask one more questions whether that has a physical substance or not. Suppose physical substance ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ടാഞ്ചിബിൾ അസെറ്റ് ആയിരിക്കും. If the answer is no, that belongs to intangible assets. Okay അല്ലേ? ആൻഡ് ആസ് ദി ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് നോ ആണ്. എനിക്ക് ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റും ഒരു രീതിയിലും ഇല്ല. സോ അങ്ങനത്തെ ഒരു കേസിൽ ദാറ്റ് ഐ ഷുഡ് ക്ലാസിഫൈഡ് ആക്സ് എന്ത്? എക്സ്പെൻസ്. അത് എന്നിട്ട് നമ്മൾ നോക്കണം ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ. ഡയറക്റ്റ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും പോകണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ ഒരൊറ്റ ചാർട്ട് മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ ചെയ്യാ, ക്രാക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. കിട്ടേണ്ടതാണല്ലോ. പക്ഷെ അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു. ഈ കാൽക്കുലേറ്റർ അസറ്റ് ആണോ? ഈ കാൽക്കുലേറ്റർ ശരിക്കും ഒരു അസറ്റ് ആണോ? പറയൂ സഹകളെ, അതൊരു അസറ്റ് ആണോ? ചോദ്യചിഹ്നം നിങ്ങളെ ചൂണ്ടുന്നു. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്കുമാകാം കോടീശ്വരനിലേക്ക് സ്വാഗതം. പറയൂ, കാൽക്കുലേറ്റർ അസറ്റ് ആണോ അല്ലേ? അപ്പം കാൽക്കുലേറ്റർ ഇസ് നോട്ട് ആൻ അസറ്റ്. കാരണം ഇന്നലെ അയച്ചെന്ന PDF-ൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ആസ് പെർ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഇഫ് ദി സബ്സ്റ്റൻസ് ഇസ് മെറ്റീരിയൽ ഓൺലി, നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അത് കൺസിഡർ ചെയ്യുള്ളൂ. അതർവൈസ് ഇറ്റ് ഹാസ് ടു ബി കൺസിഡർഡ് ആസ് എക്സ്പെൻസ്. സോ കാൽക്കുലേറ്റർ നമ്മൾ ഒരു ഓഫീസ് പർപ്പസിന് വേണ്ടി വാങ്ങുമ്പോൾ, ഓക്കെ, കമ്പനികളുടെ കേസിലായിക്കോട്ടെ, ഫേമിന്റെ കേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ എനി അതർ ടൈപ്പ് ഓഫ് സോൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുക. സോ എങ്ങനെ പോയാലും 1000-ന്റെ അടിയിലോ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാധനത്തിന് നമ്മളത് യൂഷ്വലി അസറ്റ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നാളെ അത് അസറ്റ് അല്ല, അതിനൊരു എക്സ്പെൻസ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ.
എന്നെയും തെറ്റിച്ച്. ഇനി അസറ്റായിട്ട് നാളെ ഒരു ബുദ്ധിമാനായ ഒരുത്തൻ അത് അസറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് 10 കൊല്ലത്തെ ഡിപ്രീസിയേഷനും കൊടുത്തിട്ട് സാറേ എന്റെ അസറ്റിന് ഇനിയും 5 കൊല്ലത്തെ എന്തുണ്ട് യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്നും പറഞ്ഞിരിക്കാൻ നിൽക്കണ്ട. അതെന്താണ്? എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ തരാം, ചെയ്ത് നോക്ക്. ഇപ്പം ക്വസ്റ്റ്യൻ ഈസ് പെയ്ഡ് health insurance rupees 12,000 per annum. ഓക്കെ അല്ലേ? അതെപ്പോഴും അടിച്ചേ ഓൺ 24/6/2024. സോ ഈ ഒരു ഡേറ്റിന് ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഞാൻ ഇത് അക്കൗണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും? ഞാൻ നിങ്ങളുടെ നിന്ന് വലിയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സ്പെക്ടേഷൻ ബിലോങ്സ് ടു, അത് എന്താ പറയുക, നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് ഒട്ടും നല്ലതല്ല. നിങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ, നോ എക്സ്പെക്ടേഷൻസ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട, അതിന് മുന്നേ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ബിക്കോസ് ഞാനത് പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ രണ്ട് തരം അക്കൗണ്ടിങ് ഇയർ ഉണ്ട്. അക്കൗണ്ടിങ് ഇയർ ഉണ്ട്, കലണ്ടർ ഇയർ ഉണ്ട്. അക്കൗണ്ടിങ് ഇയർ യൂഷ്വലി സേ ആസ് ഫൈനാൻഷ്യൽ ഇയർ. ഈ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എപ്പം തൊട്ടെപ്പം വരെയാണ്? 1st April ടു 31st March. കലണ്ടർ ഇയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1st January ടു 31st December. സോ യൂഷ്വലി ആസ് നമ്മൾ എന്ത് രീതിയിൽ അക്കൗണ്ട് ചെയ്യാം? നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ടാണോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ ആയിട്ടാണോ? അല്ല, ഫൈനാൻഷ്യൽ ഇയർ ആയിട്ടാണോ അല്ലെങ്കിൽ കലണ്ടർ ഇയർ ആയിട്ടാണോ? നമ്മുടെ അക്കൗണ്ടിങ് ഒക്കെ എങ്ങനെയാ പോകുന്നത്? കലണ്ടർ ഇയർ അല്ല, അതിങ്ങനെ വെട്ടും ഞാൻ. ഓക്കെ, ഫൈനാൻഷ്യൽ ഇയറിലാണ് പോകുന്നത്. 1st April തൊട്ട് 31st March വരെ. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് ഞാൻ ചെയ്തു പോകുമ്പോൾ നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ പേയ്മെന്റ് ചെയ്തത് എത്രാം തീയതിയാണ്? പേയ്മെന്റ് ചെയ്തത് 24/6/2024 പേയ്മെന്റ് ചെയ്തത്. അത് എത്രയാ ചെയ്തത്? 12,000 rupees. അത് പെർ അന്നമാണ്, എന്ന് വെച്ചാൽ 12 മാസത്തേക്കാണ് എന്ത് വരുന്നത്? 12,000 rupees വരുന്നത്. സോ പെർ മന്ത് എന്ന് പറയുമ്പോൾ എത്ര വരുന്നുള്ളൂ? 1,000 rupees ആണ് പെർ മന്ത് എനിക്ക് ആവശ്യമുള്ളൂ. സോ നിങ്ങളൊന്ന് നോക്ക്, 24/6 നിന്ന് എനിക്ക് 31st March 2025 എത്ര മന്ത് പെൻഡിങ് ഉണ്ട്? 7, 8, 9, 10, 11, 12, 1, 2, 3. മൊത്തം 9 മാസമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. 9 months. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും എത്ര മാസത്തെ പൈസ കൊടുത്താൽ മതിയായിരുന്നു? എത്ര പൈസ കൊടുത്താൽ മതിയായിരുന്നു? 9 മാസത്തെ പൈസ കൊടുത്താൽ മതിയായിരുന്നു. 9 monthsന്റെ പൈസ കൊടുത്താൽ മതിയായിരുന്നു. ഇൻറ്റു 1000 എന്ന് പറയുമ്പം 9,000 rupees കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് ഞാൻ ഓൾറെഡി കൊടുത്തത് എത്രയാ? കൊടുത്തത് 12,000 ആണ്. സോ ഞാൻ എക്സ്ട്രാ പേ ചെയ്തതോ? 12,000 നിന്ന് 9,000 കുറച്ചാൽ ബാക്കി 3,000 rupees ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ എക്സ്ട്രാ കൊടുത്ത പൈസക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാണൂലല്ലോ. ഈ എക്സ്ട്രാ കൊടുത്ത പൈസക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ അല്ലടാ? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനം. സോ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഈ 3,000 rupees ആണ് എന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. സോ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് ആണോ?
മൈ ക്വസ്റ്റ്യൻ ഈസ് ഈ 3000 എക്സ്പെൻസ് ആണോ അഥവാ അല്ലെങ്കിൽ അസറ്റ് ആണോ? നിങ്ങൾ ആൻസർ പറയണം. നിങ്ങൾ ആലോചിച്ച് നല്ല രീതിക്ക് ഒരു നല്ലൊരു ആൻസർ പറയും. ഇത് പക്ക റോ ക്ലാസ്സാ, എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നേരെ റെക്കോർഡ് ചെയ്യുന്നു, നേരെ ഇടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പത്തേക്ക് ഒന്നും സെറ്റിൽ ആവട്ടെ, വെള്ളം കുടിക്കട്ടെ. ആരൊക്കെ വിളിച്ചു? കണ്ടിട്ട് സോ ഇത് അസറ്റ് ആണ്. കാരണം എന്താ, എനിക്കൊരു കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. ആ കോസ്റ്റ് ഇൻകർ ആയത് എത്രയാ? 12,000 ആണ്. ഈ 12,000 ഞാൻ 31 മാർച്ചിൽ എന്റെ ബുക്സ് നോക്കുമ്പം എന്റെ കയ്യിൽ നിന്ന് എത്ര മാത്രമേ പോയിട്ടുള്ളൂ? 9,000 റുപ്പീസ് മാത്രമാണ് ആ ഒരു 9 മാസത്തെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സോ ബാക്കി ഒരു 3,000 ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് ആണ്. ഈ പ്രീപെയ്ഡിന്റെ മേളിൽ എനിക്ക് എന്തുണ്ട്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്. ഈ പ്രീപെയ്ഡിന്റെ മേളിൽ എനിക്ക് എന്തുണ്ട്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് ആ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഈസ് നോട്ട് മോർ ദാൻ 1 ഇയർ. സോ ഇത് എന്താണ്? എനിക്ക് അസറ്റ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് അസറ്റ്? കറന്റ് അസറ്റ് ആണ്. കാരണം ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഈസ് ലെസ് ദാൻ 1 ഇയർ. ഓക്കെ ആയില്ലേ? കോൺസെപ്റ്റ് സെറ്റ് ആയില്ലേ? ഈ കറണ്ട് അസറ്റിന്റെ കേസിലുള്ള കോൺസെപ്റ്റ് സെറ്റ് ആയില്ലേ? പക്ഷേ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ കേസിൽ വേറെ ടിസ്റ്റും കൂടെ ഉണ്ട്. ടിസ്റ്റ് അതെനിക്ക് ഇഷ്ടമാണ്. ഇപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസിൽ സപ്പോസ് പ്രീപെയ്ഡ് എക്സ്പെൻസിൽ മോർ ദാൻ 1 ഇയർ ഉണ്ട് എന്നായിക്കോട്ടെ. ബട്ട് സ്റ്റിൽ അതെന്താണ്? കറണ്ട് അസറ്റ് ആണ്. നമുക്ക് ഒരിക്കലും അതിനെന്തായിട്ട് കാണിക്കാൻ പറ്റില്ല? ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ആകെയുള്ള ഒരേ ഒരു എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ഒരു ക്രൈറ്റീരിയ ഇതാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ അത് കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കണം. ആൻഡ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നല്ല വൃത്തിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകൂടെ കേൾക്കാം, അല്ലെങ്കിൽ എന്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം. മൈ നമ്പർ ഈസ് ഇപ്പം ഓടി കാണിക്കും, താഴത്ത് ഇങ്ങനെ കാണാം. CMS ഫ്രം ബേസിക്സ് ടു ബ്രില്യൻസ്, എൻറോൾ നൗ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു നമ്പർ വരും. കോൾ മീ അറ്റ് +91 9539867575. അല്ലെങ്കിൽ വേണ്ട, വിളിക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, റിപ്ലൈ കിട്ടും. പക്ഷെ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡൻസിന് കൊടുത്ത നമ്പറും ഞാൻ ഓഫീസിൽ നിന്ന് ക്ലയന്റിനെ വിളിക്കുന്ന നമ്പറും ഒരേ നമ്പറായി പോയി. അതിന്റെ ഒപ്പം തന്നെയാണ് എന്റെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളും എല്ലാവരും മെസ്സേജ് അയക്കുന്നത്. സോ എല്ലാവരുടെയും നമ്പർ ഉണ്ട്. ഓക്കെ, സോ ചില ആൾക്കാരുടെ മെസ്സേജ് കണ്ടെന്ന് വരില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് നോട്ടിഫൈ ചെയ്യാം, ഒരു ഡോട്ട് ഇട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടോ. പക്ഷെ ചീത്ത വിളിക്കണ്ടെന്നാ. ഓക്കെ, സോ അതാ എന്റെ നമ്പർ. ഇത് ഓടിപ്പോന്നു 9539867575. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഇന്നത്തെ ഒരു ദിവസത്തെ. സോ ഇത് വെച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. ആൻഡ് സപ്പോസ് നമുക്കൊരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തായിട്ട് കാണിക്കണം? സപ്പോസ് എനിക്കൊരു എമൗണ്ട് എന്തായിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എനിക്ക് എന്നോട് തന്നെ ഞാൻ ചോദിക്കും, ഇതിന്റെ മുകളിൽ എനിക്ക് വല്ല ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ടോ? എനിക്കിതിന്റെ മുകളിൽ വല്ല ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അപ്പം എന്റെ ഉത്തരം എന്ന് പറയുന്നത് സപ്പോസ് നോ ആണ്, അല്ലെങ്കിൽ യെസ് ആണ്. എനിക്ക് ചോദ്യം ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് യെസ് നോ എന്നുള്ള ചാർട്ട് എന്റെ ഒട്ടുമിക്ക ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുന്നതിലും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ആ ചാർട്ട് നിങ്ങളുടെ തലയിൽ ഉണ്ടാവും. മാത്രമല്ല, നിങ്ങളിപ്പം
എക്സാം എഴുതാൻ പോയി, ഒരു അസറ്റ് ആണോ എക്സ്പെൻസ് ആണോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ജസ്റ്റ് ആ ചാർട്ട് ആലോചിക്കുമ്പോൾ ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ അത് അസറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് അത് ഗുഡ് വേ ഓഫ് ലേണിംഗ് അല്ലെങ്കിലും ബട്ട് സ്റ്റിൽ എന്താവും, ആ ഒരു നടുക്കടലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ അല്ലേ? സോ ഇവിടെ നോ ആണെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എനിക്ക് ആ കിട്ടിയ പൈസയിൽ ഒരാളോടും എനിക്ക് എന്തില്ല, ഒരു ബാധ്യതയില്ല. എനിക്കൊരാളോടും ബാധ്യത ഇല്ല എന്നാണെങ്കിൽ അതെന്റെ വരുമാനം തന്നെയാണ്. ആ വരുമാനത്തിൽ എനിക്ക് രണ്ട് ടൈപ്പ് ഓഫ് വരുമാനം ഉണ്ടാവാം. ഒന്ന് ഡയറക്റ്റ് ഉണ്ടാവാം, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഉണ്ടാവാം. ഡയറക്റ്റ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഞാൻ ഇടും. ഇൻഡയറക്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി യെസ് ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത ചോദ്യം വരും. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഇൻകം ഒന്നും കൂടി റിവൈസ് ചെയ്യാം. സപ്പോസ് എനിക്കൊരു എമൗണ്ട് കിട്ടി. ആ എമൗണ്ട് കിട്ടിയതിന്റെ മുകളിൽ എനിക്ക് എന്തില്ല, ഒരു ടൈപ്പ് ഓഫ് ഒബ്ലിഗേഷനും ഇല്ല ഒരാളുടെ സൈഡിൽ നിന്നാണെങ്കിൽ അതെനിക്ക് എന്റെ എന്താണ്, ഇൻകം ആണ്. ആ ഇൻകം ടു ടൈപ്സ് ഉണ്ടാവാം. ഡയറക്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഉണ്ടാവും. ഡയറക്റ്റ് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓക്കെ, സോ കുറെ പേർക്ക് ഇതറിയുന്നതുണ്ടാവും, അറിയാത്തതുണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്ക് ഒട്ടും അറിയാത്ത കുട്ടികളെ വരെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇവൻ ദോ വളരെ ഈസി കോൺസെപ്റ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഐ നെവർ കെയർ. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ കെയർ എടുക്കേണ്ടത് ഒട്ടും അറിയാത്ത കുട്ടികളും കൂടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ആ പോർഷൻ വേണം സ്കിപ്പ് ചെയ്തു. ബട്ട് മേക്ക് ഷുവർ നിങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മിസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ രണ്ട്, എനിക്ക് അവർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്കും മനസ്സിലാവണം ഈ ക്ലാസ്സും ഈ കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം. ഓക്കെ, എനിക്കും കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഓരോരോ ഇതിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ. സോ അവരെത്രത്തോളം എന്തൊക്കെ കഷ്ടപ്പാട് ഫേസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ, സാറുമാരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും. ആൻഡ് അതേപോലെ പല രീതിയിൽ അത് എനിക്ക് എൻ്റെ ഒരു കുട്ടികൾക്കും വരാൻ പാടില്ല. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഓക്കെ, സോ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യണം. അവരെന്നെയാണ് മെയിൻ. ഓക്കെ, സോ അത്രയും ഡീപ്ലി താഴത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിച്ചു വിട്ടോ, ഒരു പ്രശ്നമില്ല. ഓക്കെ, മേക്ക് ഷുവർ എന്ത്, യു നെവർ മിസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈൽ യു ആർ സ്കിപ്പിംഗ് ദി വീഡിയോ. ഓക്കെ, ഇനി യെസ് ആണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, ഐ വോണ്ട് ടു ആസ്ക് ആൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെദർ ദി ഒബ്ലിഗേഷൻ ഇസ് ടുവേർഡ്സ്, ഒബ്ലിഗേഷൻ ആരോടാണ്? ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ഓണർ ആണോ? ബിസിനസ് ഓണറിന്റെ അടുത്തുള്ള ഒബ്ലിഗേഷൻ ആണോ? ഐ വാണ്ട് ടു ആൻസർ. അഫ്കോഴ്സ് എനിക്ക് എപ്പോഴും രണ്ട് ആൻസർ എപ്പോഴും വേണം. ഒന്നുണ്ടാവും യെസ്, മറ്റൊന്നുണ്ടാവും നോ. അപ്പം യെസ്സിനും നോവിനും ഞാൻ മറുപടി കൊടുക്കണം. അപ്പൊ യെസ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ക്യാപിറ്റൽ ആവും. ഓക്കെ, നോ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലയബിലിറ്റി ആണ്. അപ്പം ഇത് നോ എന്ന് പറയുമ്പോൾ തന്നെ ഓണറിനോടല്ലെങ്കിൽ പിന്നെ ആരോടായിരിക്കും? ഓണറിനോടല്ലെങ്കിൽ ഇത് ആരോടാണ്? ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഇനി ലയബിലിറ്റിയുടെ കേസിൽ ഇവിടെ ഒരു കേസും കൂടെ പറയാനുണ്ട്. മോർ ദാൻ 1 ഇയർ ആണോ? മോർ ദാൻ 1 ഇയർ ആണോ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. സപ്പോസ് ദി മോർ ദാൻ 1 ഇയർ ആണ്, അല്ല നോ ആണെന്നുണ്ടെങ്കിൽ CL കറന്റ് ലയബിലിറ്റി ആണല്ലോ. കറന്റ് ലയബിലിറ്റി യെസ് ആണെന്നുണ്ടെങ്കിൽ അത് NCL നോൺ കറന്റ് ലയബിലിറ്റി.
20 ഒന്ന് സൂം ഔട്ട് ചെയ്യേ. 20 ഒന്ന് 2 3 വട്ടം വയ്ക്കട്ടെ. ഇതാ ഏറ്റവും മേലെ നോക്ക്, എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് റിസീവ് ചെയ്തതിന്റെ മുകളിൽ എനിക്ക് ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സോ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്നോട് തന്നെ, എനിക്ക് ആ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ഓണറിനോടാണോ, എന്റെ ഓണറിനോടാണോ എനിക്ക് ഒബ്ലിഗേഷൻ ഉള്ളത്? യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ആണ്. എന്താണ് ക്യാപിറ്റൽ? ഞാൻ പറഞ്ഞുതരും. എന്താണ് ലയബിലിറ്റി? അതിന്റെ ഒക്കെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കും. ഓക്കെ. ഇനി നോ എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആരോടായിരിക്കും? ആ ലയബിലിറ്റി ടുവേർഡ്സ് ആരോടായിരിക്കും? ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഓക്കെ. അപ്പം ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സിനോടാണെങ്കിൽ അത് ലയബിലിറ്റി എന്ന് പറയും. അത് മോർ ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് നോൺ കറന്റ് ലയബിലിറ്റി, ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ കറന്റ് ലയബിലിറ്റി. സോ വളരെ എളുപ്പമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും 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 പറയാണ്, നിങ്ങൾക്ക് എന്നോട് റീച്ച് ചെയ്യാം. ഓക്കെ. റച്ചി സാർ അവൈലബിൾ ആണ്, ഞാൻ അവൈലബിൾ ആണ്. സോ ഷൂട്ട് യുവർ ഡൗട്ട്സ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ആയി. ജാനുവരി അറ്റംപ്റ്റ് എന്തായാലും പാസ് ആവണം നമുക്ക്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര ആവശ്യമുള്ള ഒരു കേസാണ് നിങ്ങളെ പാസ്സാക്കാന്നുള്ളത്. ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. ഓക്കെ. കാരണം കൂടെ പറയാൻ വയ്യ, മൂക്കടയുന്നുണ്ട് വലിയ. അപ്പൊ നാളെ അല്ല, ഞാൻ ബാക്കി ക്ലാസ്സിന്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം ഗ്രൂപ്പിൽ ഞാനും ഷൂട്ട് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. ലവ് യു ഓൾ. ടേക്ക് കെയർ.